പൂക്കാട്ടീരി സഫ ഹെവൻസ് പ്രീ സ്കൂളിൽ 7ാമത് കോൺവൊക്കേഷനും വാർഷികാഘോഷവും വിപുലമായി സംഘടിപ്പിച്ചു. ജമാഅത്തെ ഇസ്ലാമി വളാഞ്ചേരി ഏരിയ അധ്യക്ഷൻ മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. പരിപാടി ജമാഅത്തെ ഇസ്ലാമി വളാഞ്ചേരി ഏരിയ അധ്യക്ഷൻ CP മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. അക്ഷമരാണ് പുതിയ തലമുറ, എല്ലാവരും അക്ഷമരാണ്. ആർക്കും ഒരു സാവകാശം എന്നത് അവർക്ക് അന്യമാണ്. അതുപോലെ തന്നെ എടുത്തുചാട്ടമാണ് പുതിയ തലമുറയുടെ മറ്റൊരു സവിശേഷത. ഒരല്പം കാത്തു നിൽക്കുക, ഒന്ന് ആലോചിച്ച് മറുപടി പറയുക, ഇതൊന്നും നമ്മൾ പോലും ശീലിച്ച ആ നന്മകൾ അനുഭവിക്കാൻ സാധിക്കാത്ത മക്കളാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വീട് സന്ദർശിക്കുമ്പോൾ, ഞാനൊരു അധ്യാപകനാണ്, ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയൊക്കെ ഹൗസ് വിസിറ്റ് നടക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ ഭീകരമാണ്. നമ്മളുടെ മുമ്പിൽ വളരെ നല്ല മക്കളായിട്ടുള്ളവർ വീടുകളിൽ കഴിയുമ്പോൾ ക്ലാസ്സിലിരിക്കുന്നവരല്ല അവർ ഈ മോള് അല്ലെങ്കിൽ ഈ മോൻ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പെരുമാറുമോ എന്ന് ചോദിക്കാറുണ്ട് രക്ഷിതാക്കളോട്. വൈഫൈ ഒന്ന് റീചാർജ് ചെയ്യാൻ വൈകിയാൽ ഈ വീടങ്ങോട്ട് പൊളിച്ചിടും അവൾ എന്നാണ് ഒരു രക്ഷിതാവ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ 10ാം ക്ലാസ് ആയിട്ട് പോലും വൈഫൈ മുടക്കമില്ലാതെ റീചാർജ് ചെയ്യുന്നു. എൻ്റെ കുഞ്ഞു മോനുണ്ട്, മകളുടെ കുട്ടി 4 വയസ്സാണ്. അവനൊരു ദിവസം ഷാഢ്യം പിടിച്ച് കരയുകയാണ്. എൻ്റെ ഉമ്മയും അവനും കൂടിയാണ് അതിൻ്റെ ക്ലാഷ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഉമ്മയോട് എന്തിനാണ് റൂമിൽ കരയുന്നത്? അവൻ ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടുണ്ട്. എന്നെ വെടിവെക്കുക പറഞ്ഞാൽ സാങ്കല്പികമായിട്ട് വെടിവെക്കുകയാണ്. അപ്പം ഞാൻ വീഴുന്നതും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കരയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന് പോരാ, ഉമ്മ വീണാൽ പോരാ. എൻ്റെ ഉമ്മയാണ്, അവൻ്റെ വല്യപ്പയുടെ ഉമ്മയാണ് ഈ പറയുന്നത്. ഗ്രാൻഡ്മയുടെയും അപ്പുറത്താണ്, മുതുമുത്തശ്ശിയാണ് അവൻ്റെ. അപ്പൊ എന്താണ് എൻ്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത്, ഞാൻ വീണ് പിടയണം, കിടന്ന് പിടയണം, അതുകൊണ്ട് ആ പിടച്ചിൽ കാണാത്തത് കൊണ്ടാണ് അവൻ കരയുന്നത്. ഇതാണ് ഡിജിറ്റൽ ലോകത്താണ് നമ്മുടെ മക്കളുള്ളത്. കരിങ്ങനാട് ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്റഫ് ഉദവി, കണ്ണൂർ സലഫി മസ്ജിദ് ഖത്തീബ് സുബൈർ സലഫി പട്ടാമ്പി, ഹാബിറ്റ്സ് അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അമീൻ മമ്പാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. മക്കളുടെ ഗന്ധം പോലും സ്വർഗത്തിൻ്റെ ഗന്ധമാണെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹെവൻസ് പ്രീ സ്കൂളിലൂടെ സാധ്യമാകുന്നത് നേരത്തെ ഇവിടെ പരാമൃഷ്ടമായി നല്ല അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് നല്ല അനുഭവങ്ങൾ പകർന്ന് അറിവാർജിക്കുന്ന അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് മാനവികമായ മൂല്യങ്ങളെ കരുപ്പിടിപ്പിച്ച് യഥാർത്ഥ വിദ്യാഭ്യാസം അവരിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെത്രമേൽ പ്രസക്തമാണ് എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു പോയി. സംഭവ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വിഹ്വലതകൾ ഇവിടെ പരാമർശിക്കുന്നതിന് പകരം ഈ പ്രതീക്ഷകളെ ഹൈലൈറ്റ് ചെയ്യുകയാണ് നമുക്ക് കരണീയം എന്നെനിക്ക് തോന്നുന്നു. എല്ലാ ആളുകളും ഈ തരത്തിലുള്ള മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഖുർആൻ അടിസ്ഥാനമാക്കിയ പ്രീ സ്കൂൾ പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് CBSE സിലബസിനൊപ്പം ഇസ്ലാമിക്സ് വിഷയങ്ങൾ പ്രത്യേകം തയ്യാറാക്കിയ സിലബസിൽ തുടർ പഠനത്തിന് അവസരമൊരുക്കുന്ന പുതിയ സംരംഭം സഫ ഹാബിറ്റ്സ് സ്കൂൾ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. കാരുണ്യത്തിന്റെ ചിറക് താഴ്ത്തി കൊടുക്കണം, അവർക്ക് റഹ്മത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്ന് പഠിച്ച് പ്രാവർത്തികമാക്കുന്ന ഒരു മകന് എങ്ങനെയാണ് ഉമ്മയുടെ കഴുത്തറുക്കാൻ കഴിയുന്നത്? അത് പാലിക്കുന്ന ഒരു പ്രിയപ്പെട്ടവൻ എങ്ങനെയാണ് സ്വന്തം സഹോദരന്റെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ കഴിയുന്നത്? ഇതെല്ലാം സംഭവങ്ങൾ കേൾക്കുന്നു. ഈ 2025 പിറന്ന് 2 മാസത്തിനുള്ളിൽ നമ്മൾ കേട്ട കേരളത്തിനകത്തു നടന്ന വാർത്താ സംഭവങ്ങളിൽ മനോവിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും എവിടെ നിന്നാണ് ഒരു പരിഹാരം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം ഒരു പരിഹാരം. ഈ ലോകത്തെക്കുറിച്ച് അറിയുന്ന ഇതിന്റെ സൃഷ്ടാവിനൊരു പരിഹാരം വേദഗ്രന്ഥമായി നമുക്കൊരു ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. അത് ഓതുക, അത് പഠിക്കുക, അതിലുള്ളത് പ്രവർത്തിക്കുക, അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന മഹത്തരമായ ദൗത്യം നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് അകലുന്നിടത്തോളം കാലം നമുക്ക് സമാധാനം കണ്ടെത്താൻ കഴിയില്ല. സഫ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ VP യാസിർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാലത്ത് സമുദായം മതവിദ്യാഭ്യാസം മാത്രം നൽകി
ഭൗതിക വിദ്യാഭ്യാസത്തിൽ പിറകിൽ പോയി. ചരിത്രപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്, അതിലേക്കൊന്നും കടക്കുന്നില്ല. പിന്നെ ഭൗതിക വിദ്യാഭ്യാസം മാത്രമായപ്പോൾ വേറെ ഇവിടെയൊക്കെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു. ഇന്നും നമ്മൾ ഒരുപാട് പത്രവാർത്തകളിൽ എന്നും ദുരന്ത കഥകൾ, കുട്ടികളൊക്കെ ഉള്ള സദസ്സിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ന്യൂസുകളാണ് ഡെയിലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഇന്ത്യ കോഴിക്കോട് ആസ്ഥാനമായി ഹെവൻസ് പ്രീ സ്കൂൾ എന്ന സംവിധാനം വിശുദ്ധ ഖുർആനെ ആധാരമാക്കിക്കൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇതിൻ്റെ കരിക്കുലം, അതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസമാണ് ഹെവൻസിലൂടെ നമുക്ക് നൽകാൻ സാധിക്കുന്നത്. സഫ ഹെവൻസ് മാനേജർ UA ഷമീർ, ഡയറക്ടർ P അബ്ദുൾ റഷീദ്, സഫ ഹെവൻസ് ഹെഡ് KH സജിന, സഫ ട്രസ്റ്റ് മെമ്പർമാരായ VP അഹമ്മദ് കുട്ടി, VP മുഹമ്മദ് അൻവർ, ഹഫ്സ പാഷ, റഹ്മത്ത്, ഫെസ്റ്റ് കൺവീനർ സാജിദ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.